ഇനി ഞാൻ ഹോസ്പിറ്റലിലേക്കില്ല. പാർവതി എവിടെ? നീ എന്തിനാ അവളെ അന്വേഷിക്കുന്നേ? നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ പോരെ? ഈ കണ്ടീഷനില് സെർവന്റിനെ അധികം ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. അത് ആന്റി പറഞ്ഞത് 100% ശരിയായ കാര്യമാണ്. ഹെൽത്ത് നോക്കണം, ഇൻഫെക്ഷൻ ആവാതെ ശ്രദ്ധിക്കണം. സെർവന്റിന് വൃത്തിയും വെടിപ്പൊക്കെ ഉണ്ടാവോ? ആന്റി, വിശാലിന്റെ കാര്യം ഇനി ആന്റി നോക്കിയാ മതി. വിശാലിന്റെ റൂമില് സെർവൻസ് കയറാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചോളാം. ആ മോനെ, നീ പോയി റെസ്റ്റ് എടുക്ക്. ചെല്ല്. അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ മോനെ? പോയി റെസ്റ്റ് എടുക്ക്. വിശാലെ പോവല്ലേ? പ്രസാദം കഴിച്ചിട്ട് പോയാ മതി. സർ, ലീവ് ആപ്ലിക്കേഷൻ. പോലീസിന് വീഴ്ച സംഭവിക്കുകയാണോ നോക്കിയിരിക്കുക മീഡിയ മുഴുവനും. അവർക്ക് കുറ്റം പറയാൻ ഒരവസരം കൊടുക്കരുതല്ലോ, അതുകൊണ്ടാ. അല്ലാതെ അരവിന്ദൻ സിൻസിയറായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് എനിക്കറിയാം. സർ, ഞാൻ പാർവതിയോടൊന്ന് സംസാരിച്ചോട്ടെ? പിന്നെന്താ? താങ്ക് യു സർ. ഓക്കെ. ഒരാഴ്ച ലീവ് എടുത്തു. ഡിവൈഎസ്പി സാറ് ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രമല്ല, പാർവതി നിരപരാധിയാണെന്ന് തെളിയിക്കേണ്ടത് എന്റെ കടമയാണ്. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് സ്വന്തം നിലയിൽ ഒരു അന്വേഷണം തുടങ്ങാൻ പോവാ. ജതനെയും ജാസ്മിനെയും കഴിവേറ്റാനുള്ള എവിഡൻസുമായി ഞാൻ വരാം. പാർവതി ധൈര്യമായിരിക്കും. പ്രസാദം സ്വീകരിക്കും വിശാൽ. ഞാനങ്ങനെ വലിയ ദൈവവിശ്വാസിയൊന്നുമല്ല, അല്ല ആന്റി? പതിവായി ക്ഷേത്രത്തിലൊന്നും പോവാറുമില്ല. പക്ഷേ വിശാലിന് വേഗം ഭേദാകാൻ വേണ്ടി ദൈവത്തോടല്ലാതെ വേറെ ആരോടാ പറയണ്ടേ? രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഉറക്കം വിളച്ചിരുന്ന് ഇവൾ പ്രാർത്ഥിക്കുകയായിരുന്നു, വിശാലിന് വേഗം ഭേദമാകണമെന്ന് പറഞ്ഞു. അത് സത്യ ബ്രോ. പ്രാർത്ഥന മാത്രമായിരുന്നില്ല, ഹാർമോണിയം വായിച്ചോണ്ട് ഭജനയും പാടിയിരുന്നു. ഞാൻ കേട്ടതന്നേ. ഗാർഗി, ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്നതിനൊരു പരിധിയൊക്കെ ഉണ്ട് കേട്ടോ. പോട്ടെ പോട്ടെ എന്ന് വിചാരിക്കുമ്പോ നീ കൂടുതൽ ആളാവരുത് കേട്ടോ. പറഞ്ഞില്ലെന്ന് വേണ്ട. എന്ത് ചെയ്യാനാ, എന്റെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയി. ഓരോരോ ഷോ കാണിക്കുന്നത് കാണുമ്പോഴേ നാം അറിയാതെ ചൊറിഞ്ഞു വരും. അതെ, നല്ല തല്ല് കിട്ടാത്തതിന്റെ കുഴപ്പമാ. അതിനെ എന്നെ തല്ലാനുള്ള ഉശിരെങ്കിലും എന്റെ കെട്ടിയവന് വേണ്ടേ? ആ മോളെ, ഗാർഗി എന്തെങ്കിലും പറയട്ടെ, അതൊന്നും നീ മൈൻഡ് ചെയ്യണ്ട. ജതിൻ പറഞ്ഞത് സത്യം തന്നെയാ.
ജാസ്മിൻ ഇന്നലെ ഒരു പോള കണ്ണടച്ചിട്ടില്ല. വിശാലിന് ഭേദമാവാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വഴിപാടും കഴിച്ച് പ്രസാദമായിട്ട് വന്നപ്പോ വിശാൽ ഇതേ കൺമുന്നില്. ദൈവം ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായി. പ്രസാദം കഴിക്കും വിശാലെ. പാർവതി എവിടെ? ജാസ്മിൻ പ്രസാദം വെച്ച് നീട്ടുമ്പോ നീ എന്തിനാ പാർവതി അന്വേഷിക്കുന്നേ? ദേ, നിന്റെ പേരിൽ നടത്തിയ വഴിപാടിന്റെ പ്രസാദമല്ലേ? അതുകൊണ്ടാ ജാസ്മിൻ ഇത് നിനക്ക് തന്നത്. പ്രസാദം സ്വീകരിക്കാതെ അടുക്കളക്കാരി അന്വേഷിക്കുന്നതേ ദൈവത്തെ കളിയാക്കുന്നത് പോലെയല്ലേ മോനെ? എനിക്ക് ഈ പ്രസാദം വേണം. അതുകൊണ്ട് തന്നെയാ ഞാൻ പാർവതി അന്വേഷിക്കുന്നത്. മനസ്സിലായില്ല? ഇവള് പാർവതി അനുകരിക്കുകയാണല്ലോ. അതുകൊണ്ടല്ലേ ക്ഷേത്രത്തിൽ പോയതും വഴിപാട് കഴിപ്പിച്ചതും. ഈ പാർവതി പ്രസാദം തരുന്നത് അമ്മ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ മൊത്തത്തിൽ എടുത്തൊന്നും തരില്ല. ചെറിയൊരു ബൗളിലോ മറ്റോ കുറച്ചെടുത്ത് ഭക്തിയോടെ തരും. തരുമ്പോ പ്രാർത്ഥിക്കുകയും ചെയ്യും. പ്രസാദം എങ്ങനെ കൊടുക്കണമെന്നേ പാർവതി ഇവിടെ പഠിപ്പിച്ചു കൊടുക്കട്ടെ. അതിനാ ഞാൻ അവളെ അന്വേഷിച്ചത്. പാർവതിയെ വിളിക്ക. മോളെ, പ്രസാദം ചെറിയൊരു പാത്രത്തിലെടുത്ത് വിശാലിന് കൊണ്ടുകൊടുത്തേ. അടി, എത്ര നേരം കൊണ്ട് നീ ഇങ്ങനെ നിൽക്കുവടി? അവിടെ പോയി ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യ്. വാ. കുറച്ച് കയ്പിനും കുറച്ച് ചവർപ്പിനും അവസാനം എനിക്ക് കിട്ടിയ ചെറുമധുരം എന്റെ നെല്ലിക്കാ നീ. എടി പെണ്ണെ, എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. പൊട്ടിക്കളി. ഇത് ഞാൻ എന്റെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്നു. അയ്യോ, വിശാൽ സാർ, സാർ, പോലീസ് സാറ്, സാർ. എന്താടി? വലിയ സാറിനൊന്ന് വിളിക്കുവോ? ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ.
വിളിക്കൂ. വലിയ സാറേ, വലിയ സാറേ. ദേ, ഇതിനകത്ത് അവിടുന്ന് ഷോ കാണിച്ചാ അടിച്ച് നിന്റെ അണപ്പല് തെറിപ്പിക്കും. മിണ്ടായിരിക്കടി. വിശാൽ സാർ ഇവിടെ വരും. വിശാൽ സാർ ഇവിടെ വന്നാ അപകടം ഉണ്ടാവും. ആരോ വിശാൽ സാറിനെ വെടിവെക്കും. ഇവിടെ വരുന്നതിന് മുമ്പ് വിശാൽ സാറിനെ തടയണം. ആ വല്യ സാറിനോട് ഒന്ന് പറയോ, ഒന്ന് പറയോ. വട്ടാണോ അതോ പതിവായി ഉപയോഗിക്കുന്ന മയക്കുമരുന്ന് കിട്ടാത്തോണ്ടോ? അവിടെ പോയി ഇരിക്കടി. അയ്യോ, ഞാൻ സത്യ പറഞ്ഞത്. വാടി. വിശാൽ സാർ ഇവിടെ വരും. അപകടം ഉണ്ടാവുകയും ചെയ്യും. അതിനു മുമ്പ് വല്യ സാറിനോട് വിശാൽ സാറിനെ പോയി ഒന്ന് കാണാൻ പറയോ. എന്റെ ഉദയനൂരമ്മ ഇതിനകത്ത് കിടന്നുകൊണ്ട് വിശാൽ സാറിനെ ഞാൻ എങ്ങനെയാ രക്ഷിക്കാം? കൈവിടല്ലേ ദേവി. ക്ഷേത്ര ദർശനവും നടത്തി വഴിപാടും കഴിപ്പിച്ചു. പ്രസാദം വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. പക്ഷേ വിശാൽ ഇത് കഴിക്കേണ്ടെന്നാണ് ദൈവത്തിന്റെ തീരുമാനം. അതുകൊണ്ടാ ഇത് താഴെ വീണത്. ദൈവത്തിന്റെ തീരുമാനമാണെന്നൊന്നും പറയാൻ പറ്റില്ല ചെറിയമ്മ. ഇതേ ആർക്കും സംഭവിക്കാവുന്നതാ. അത് തന്നെയാ ഞാനും പറഞ്ഞേ. ഇതുപോലുള്ള നിസ്സാര കാര്യങ്ങളൊക്കെ ദൈവത്തിന്റെ തലയിൽ വെച്ചു കൊടുക്കുന്നത് എന്തിനാ? ജാസ്മിൻ വഴിപാട് കഴിപ്പിച്ചു. അതിന്റെ ഭാഗമായിട്ട് വിശാല് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരികയും ചെയ്തു. ഇതിൽ തന്നെ കടിച്ചൂങ്ങി കിടക്കാതെ നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് സംസാരിക്കാം. അവിടുന്ന് എന്താണാവോ ഉദ്ദേശിക്കുന്നത്? തെളിച്ചൊന്ന് പറഞ്ഞാൽ ഉപകാരമായിരുന്നു. വിവാഹം നടത്തണ്ടേ? വീണ്ടും മുഹൂർത്തം കാണണ്ടേ? ആൾക്കാരെ ക്ഷണിക്കണോ അതോ ആളും ബഹളവും ചടങ്ങുകളൊന്നും ഇല്ലാതെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടത്തിയാൽ പോരെ എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഗോപിയേട്ടൻ എന്താ പറയുന്നത്? അതിനെക്കുറിച്ചൊക്കെ പിന്നെ സംസാരിക്കാം. ആദ്യം ഇത് ക്ലീൻ ചെയ്യാം. ജാസ്മിൻ, ഇത് ക്ലീൻ ചെയ്യാം. ഞാനാണോ ഇത് ക്ലീൻ ചെയ്യേണ്ടത്? അതിനിവിടെ ജോലിക്കാരൊക്കെ ഇല്ലേ? നീ ജോലിക്കാരി എന്ന് ഉദ്ദേശിച്ചത് ആരെയാണെന്ന് എനിക്ക് മനസ്സിലായി. മിനിറ്റിന് അത് പറഞ്ഞില്ലെങ്കിലും നിനക്ക് ഉറക്കം കിട്ടില്ല എന്നും എനിക്ക് മനസ്സിലായി. പക്ഷേ പാർവതിയെ കൊണ്ട് ഇത് ക്ലീൻ ചെയ്യിപ്പിക്കുന്നതിൽ എനിക്ക് പരാതിയൊന്നുമില്ല. കാരണം ഈ വീണ് കിടക്കുന്നത് പ്രസാദോ. ഇതിനോട് അവള് കാണിക്കുന്ന ഭക്തിയും മര്യാദയും നീ കണ്ടുപഠിക്കണം. പാർവതി, പാർവതി മോനെ, ഇത് ഇവള് ക്ലീൻ ചെയ്തോളൂ. നീ പോയി റെസ്റ്റ് എടുക്ക്. ഗാർഗി, ഞാൻ വന്നിട്ടേ ഇത്രയും സമയമായിരിക്കുന്നു അല്ലേ? എന്റെ ശബ്ദം കേട്ടാൽ പാർവതി ഇവിടെ എവിടെയെങ്കിലും വന്നു നിന്ന് ശ്രദ്ധിക്കേണ്ടതാ. അല്ല, ഇതുവരെ കണ്ടില്ല. അവളിവിടെ ഇല്ലേ? ഗാർഗിയോടാ ഞാൻ ചോദിക്കുന്നത്. നീ എന്താ ഒന്നും മിണ്ടാത്തെ? തലയിരിക്കുമ്പോ വാലാടാൻ പാടില്ലെന്നല്ലേ? അച്ഛനോടോ അമ്മയോടോ ചെറിയമ്മയോടോ അല്ലെങ്കിൽ പിന്നെ ജാസ്മിനോട് ചോദിക്ക്.
ഇനി ഗാർഗി പറഞ്ഞിട്ട് ഇതൊന്നും കുഴപ്പമായിന്ന് വേണ്ട. നീ എന്തോ അർത്ഥം വെച്ചിട്ടാ പറയുന്നത്. എല്ലാവരുടെയും മുഖത്ത് എന്തോ ഒരു കള്ളത്തരമുണ്ട്. പാർവതി, 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 ചെറിയമ്മേ, അവളെവിടെ? ഞാനേ ഇതൊന്ന് വൃത്തിയാക്കട്ടെ. ഞാൻ പറയുന്നൊന്ന് കേക്ക. നിന്നോടല്ലേ ബഹളം വെക്കരുതെന്ന് പറഞ്ഞേ? എന്താ ഇവിടെ? ഇവരുടെ ശബ്ദം എന്റെ ഓഫീസിൽ കേൾക്കാമല്ലോ. ഇവൾ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുകയാണ് സർ. സാറേ, ഞാൻ ബഹളം ഉണ്ടാക്കിയതല്ല. വിശാൽ സാർ ഇങ്ങോട്ട് വരും. വന്നാ അയാളില്ലേ, അയാള് വിശാൽ സാറിനെ വെടിവെക്കും. വിശാൽ സാറെന്ന് ഉദ്ദേശിച്ചത് നിന്റെ ഭർത്താവിനെയല്ലേ? അയാള് ഹോസ്പിറ്റലിൽ കിടക്കാണെന്നല്ലേ നീ പറഞ്ഞത്? പിന്നെ അയാൾ എങ്ങനെ ഇവിടെ വരാനാ? വിശാൽ സാർ ആശുപത്രിയിൽ ഇല്ല. വീട്ടിലേക്ക് പോകുന്നത് ജീപ്പ് ഇരുന്ന് ഞാൻ കണ്ടതാ. എന്നെ പോലീസ് പിടിച്ചെന്നറിഞ്ഞ വിശാൽ സാർ ഇവിടെ വരും. അപകടം ഉണ്ടാവുകയും ചെയ്യും. സാർ പോയി വിശാൽ സാറിനോട് ഇങ്ങോട്ട് വരണ്ടെന്നൊന്ന് പറയോ? ഫോണിൽ വിളിച്ച് പറഞ്ഞാലേ മതി. ഒന്ന് പറയൂ സാറ്. സാറേ, തലയ്ക്ക് സൂക്കേടുണ്ടെന്നാ തോന്നുന്നേ. അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടാവും. ഇന്ന് കിട്ടിക്കാണില്ല, അതിന്റെയാ. ഇങ്ങനെയുള്ള ഒരു വയലന്റ് ആവും, ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ സർ. അയ്യോ സാറേ, സാർ, വലിയ സാർ, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കൂ സാർ. എടി, എങ്ങനെ വിശ്വസിക്കാനാ? പ്രാന്തുള്ളവര് പറഞ്ഞ ആരും വിശ്വസിക്കില്ല.